ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പഴുത്ത മാങ്ങ ജ്യൂസ് അടിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. നമുക്ക് ഈ മാങ്ങയൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ മാങ്ങ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ടേ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 3 മാങ്ങയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ 3 മാങ്ങ എടുത്തപ്പോഴത്തേക്ക് ഒരു 3 ഗ്ലാസ് ജ്യൂസ് കിട്ടിയായിരുന്നു. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൂട് കാലാവസ്ഥയൊക്കെയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ടൈമൊക്കെയാണിപ്പോൾ. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ജ്യൂസൊക്കെ അടിച്ച് ഷേക്കൊക്കെ അടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇട്ടാൽ മതി. നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നത് കൊണ്ടാണ് അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പം നമ്മുടെ വീടിൻ്റെ അരികിലുള്ള തോടാണ് കേട്ടോ ഇത്, കൈവരിത്തോട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നാണ് കേട്ടോ ഞാൻ ഈ ജ്യൂസ് വെച്ച് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാം. പിന്നെ നമ്മുടെ ഗിനിക്കോഴികളെ ഞാൻ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ വലയൊക്കെ കെട്ടി മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പുല്ലും വെള്ളവും പിന്നെ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ കോഴിക്കൂട്ടിലായിരുന്നു ഈ ഗിനികളെ ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ വലുതായതുകൊണ്ടേ നമുക്ക് അതിലെ കൂടിയൊക്കെ എടുക്കാനായിട്ട് പ്രയാസമാണ്. ഡോറിൽ കൂടി എടുത്തെന്നാൽ നമ്മുടെ മറ്റേ കോഴിയൊക്കെ ഉണ്ടല്ലോ, ഗിരിരാജൻ കോഴിയൊക്കെ ഓടിച്ചാടി കൊത്തും. അതുകൊണ്ട് ഈ വീടിൻ്റെ സൈഡിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഗിനികളെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവർ ഹാപ്പിയാണ് കുട്ടികളെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.